ഹായ് ഹലോ സൺഡേസ് ഹോളിഡേ ആൻഡ് ഹോളിഡേ മീൻസ് മന്യാസ് ഹൗസ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലുള്ള രീതി. അപ്പോൾ എന്ന് അവധിയുണ്ടോ അന്നെല്ലാം എന്നെ മഞ്ഞയുടെ വീട്ടിൽ കൊണ്ടാക്കേ എന്നാണ് ബാലർ വിളിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ അങ്ങ് മഞ്ഞയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ടായിരുന്നേ. അങ്ങനെ ഇത് മീനു കേട്ടോ, മഞ്ഞയുടെ ചേച്ചിയാണ്. അപ്പോൾ അവൾ എൻ്റെ തലയിൽ പേനൊക്കെ കൊന്നുവരുമായിരുന്നേ. തലയിൽ ഇവള് പേൻ കൊന്ന് നല്ല സുഖമാണ്, അങ്ങ് ഉറക്കം വരും. അങ്ങനെ അത് കണ്ട് പിന്നെ മൂത്തമ്മയുടെ തലയിൽ മഞ്ഞ പെങ്കുല്ലുന്നു, ചെറപറ പെങ്കുല്ലൊക്കെ പോയി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാല് വാങ്ങാൻ പോകുവാണ് കേട്ടോ. അപ്പോൾ ബാലുവിന് കൂടെ വരണമെന്ന് പറഞ്ഞ് ഒരേ നിർബന്ധം കൊണ്ട് പോകത്തില്ല എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും പുറത്തുനിന്ന് ടാറ്റയൊക്കെ കൊടുത്തു. ആ ടാറ്റ കൊടുത്ത് താൻ തെന്നി അടിച്ച് താഴെ വീണു. പിന്നെ എഴുന്നേറ്റ് ചാടി വണ്ടിയിലേക്ക് കയറി. അങ്ങനെ മഞ്ഞ എന്തായാലും അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പാലിന് പോകാമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ ഇതാ ഇലക്ഷൻ എന്ന പ്രതീതിയിൽ എല്ലാവർക്കും ടാറ്റയെ കൊടുത്ത് പാല് വാങ്ങാൻ പോയി. അങ്ങനെ ബാലമോളുടെ പ്രത്യേകതരം ഡാൻസ് അവതരണമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പാലും വാങ്ങി ബാക്കി ചില്ലറയും വാങ്ങി നേരെ പോയപ്പോൾ വണ്ടി നിറയെ മുറ വിളി, ജയമാമൻ്റെ കടയിൽ നിർത്തേ പപ്പം മേടിക്കണം എന്ന്. അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങി സ്നാക്സിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങി നേരെ അങ്ങ് വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും നാളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സും കൂടി ഇവിടെ നിന്ന് അങ്ങ് വാങ്ങി തീർന്നിരിക്കുകയായിരുന്നു. ചായക്കുള്ള പാപ്പവുമായി വീട്ടിലേക്കുള്ള പാപ്പവുമായി അങ്ങനെ നേരെ എത്തി. നമ്മൾ ബിങ്കോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കേക്ക്, പേപ്പർ കേക്ക്, കപ്പ് കേക്ക്, നല്ല സാധനം, ഭയങ്കര ഇഷ്ടം. പിന്നെ മിച്ചറും ചായ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ഞയുടെ വക ചായയാണ്, സ്പെഷ്യൽ ചായ. കൊള്ളാമോ എന്തോ ദൈവത്തിനറിയാം. അങ്ങനെ മഞ്ഞ ചായ കിട്ടുമെന്നും നല്ല ചായയായിരുന്നു കേട്ടോ. ഞാൻ കുടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ കേക്കും ചായയും എല്ലാം കുടിച്ച് അവിടെ നിന്ന് കുറേ നേരം സൊറ പറഞ്ഞ് ഞാൻ കുറേ നേരമായി മൊബൈലിനകത്ത് തപ്പുന്നുണ്ട്, എന്താണോ എന്തോ ദൈവത്തിനറിയാം. പിന്നെ അവിടെ നിന്ന് നല്ല വിശാലമായിട്ടിരുന്ന് ഞാൻ കപ്പ് കേക്ക് കഴിച്ചു ഗൈസ്. നല്ല കേക്കായിരുന്നു, നല്ല പൈനാപ്പിളിൻ്റെ ഫ്ലേവറായിരുന്നു. എന്തൊക്കെയാണോ പറയണമെന്ന് ഇവർക്ക് അറിയത്തില്ല, കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല എന്താന്തോ. അങ്ങനെ പോകാൻ നേരം ആയപ്പോഴത്തേക്കിനി വീട്ടിൽ ചെന്നിട്ട് കുളിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞ എനിക്ക് തലയിൽ എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് തന്നെ. എന്തെന്നറിയില്ല, അവർക്ക് ക്യാമറ കാണും ഭയങ്കര നാണവാ. അതാ വേറൊരാൾ ക്യാമറയുടെ മുമ്പിൽ പോലും വരത്തില്ല. ഇതാണ് എൻ്റെ അമ്മ. ബാക്കിൽ മൂത്തമ്മ തുണിയൊക്കെ വിരിക്കുന്നുണ്ട്, കുളിയെല്ലാം കഴിഞ്ഞ്. അങ്ങനെ എന്താണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ വണ്ടി കൊണ്ടുപോകാം. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ ബാല എപ്പോഴും പറയും അച്ഛമ്മയ്ക്ക് അമ്മയുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ ചുരിദാർ ഇട്ട് ഇരിക്കണം, അപ്പുറം കാലിട്ടാലേ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്തായാലും ഒരു സൈഡ് അമ്മയെ വെച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, അമ്മയെ വെച്ചുകൊണ്ട് പോകണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സന്തോഷമായിട്ട് അങ്ങ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.